ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്രീമി പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പൈനാപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വിളയിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിള് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും ഇങ്ങനെ ആയി കിട്ടാൻ. പൈനാപ്പിൾ നന്നായിട്ട് പഞ്ചസാരയിൽ ഇട്ട് വിളയിച്ചെടുക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് പൈനാപ്പിൾ വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലെ കുറച്ച് ഭാഗം നമുക്ക് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കടിക്കുന്ന രീതിയിലും, നമ്മൾ പുഡിങ്ങിന് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ കടിക്കുന്ന രീതിയിലും പിന്നെ കുറച്ച് അരച്ചിട്ടും ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൈനാപ്പിൾ വിളയിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കസ്റ്റാർഡാണ്. കസ്റ്റാർഡിലേക്കാണ് ഞാൻ ഈ പൈനാപ്പിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇതൊരു 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഉണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് പാലിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് പൗഡറും കുറച്ച് തണുത്ത പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തണുത്ത പാലിലേക്ക് വേണം കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം. എന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഇനി ഒരു 5 മിനിറ്റ് ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും ഒന്ന് കുക്കായി വരുള്ളൂ. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡിന്റെ മിക്സ് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഈ കസ്റ്റാർഡിന്റെ മിക്സിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിന്റെ കൂട്ടും നമ്മൾ നേരത്തെ വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പൈനാപ്പിളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കസ്റ്റാർഡിലേക്ക്.
ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറീസോ പിന്നെ നമ്മൾ നേരത്തെ വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പൈനാപ്പിളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. സോ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.